തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 നവംബർ 20 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വെളിപാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 11 വരെയും, സങ്കീർത്തനങ്ങൾ 119, 14, 24, 72, 103, 111, 131. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായം 45 മുതൽ 48 വരെയും തിരുവചനങ്ങൾ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. ദൈവത്തിൻ്റെ തിരുവെഴുത്തിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മിൽ നടക്കേണ്ടതുണ്ട്. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന കാര്യമാണ് വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക. എൻ്റെ പിതാവിൻ്റെ ആലയം കവർച്ചക്കാരുടെ ഗുഹയാക്കരുത് എന്നവിടുന്ന് പറയും. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അഥവാ നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ ദേവാലയം തന്നെയാണ്. നമ്മുടെ ജീവിതം ക്രമവിരുദ്ധമായ ലോകവ്യാപാരങ്ങളിൽ മുഴുകിപ്പോകരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ക്രിസ്തു നൽകുന്നു. അപ്രകാരം യേശു ഓർമ്മപ്പെടുത്തുമ്പോൾ അവനെ എങ്ങനെ കൊല്ലണമെന്നാണ് അവർ ആലോചിക്കുന്നത്. യേശുവിൻ്റെ വചനം അധികാരപൂർണമായ വചനമാണ്. ആ വചനം അത് ശ്രവിക്കുന്നവരുടെ അകത്ത് ഉണ്ടാക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ചാണ് വചനഭാഗം നമ്മൾ സംസാരിക്കുക. വചനമായ ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ ആലയമാണ് ദേവാലയം, അത് കവർച്ചക്കാരുടെ ഗുഹയാക്കരുത് എന്ന് പറയുമ്പോൾ അവനവർ കൊല്ലാൻ ആലോചിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ അത് ഇതേപോലെ തന്നെ സംഭവിക്കും. അത് ബാഹ്യമായി അത് മധുരമുള്ളതായിരിക്കുമ്പോൾ അത് ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ കയ്പ് അനുഭവപ്പെടും. സങ്കീർത്തകൻ ഓരോ വചനത്തിലും ദൈവത്തിൻ്റെ വചനം തേൻകണമാണ്, മധുരമുള്ളതാണ്, ഇമ്പമേറിയതാണ് എന്നൊക്കെ പുകഴ്ത്തി പാടുമ്പോൾ ആ വചനം നാവിൽ മധുരമാണെങ്കിലും ഉദരത്തിൽ കയ്പായി അനുഭവപ്പെടുമെന്ന് വെളിപാട് ഗ്രന്ഥകാരൻ പറയും. സുവിശേഷം സ്വാഭാവികമായി ശ്രവിക്കുമ്പോൾ അത് മധുരപൂർണമാണ്, അത് ഗുണകരമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ ബാഹ്യമായ അതിൻ്റെ സൗന്ദര്യാത്മകതയിൽ നിന്ന് മാറി അത് സത്യം രുചിച്ചറിയാൻ തുടങ്ങും. സത്യം എപ്പോഴും കയ്പ് കലർന്ന ഒന്നായിട്ടാണ് ജീവിതത്തിൽ അനുഭവപ്പെടുക. സ്വാഭാവികമായി ഒരാചാരക്രമത്തിനകത്ത് ജീവിക്കുമ്പോൾ, സുന്ദരമായ അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസം എത്ര മധുരതരമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ദേവാലയത്തിലൊരു തിരുനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. കൗദാശിക അർപ്പണങ്ങളും ആചാരക്രമങ്ങളും ഒക്കെ ചേർന്ന് എത്ര സുന്ദരമായ ഒരു അനുഭവമായിട്ടാണ് ഈ തിരുനാൾ കടന്നു പോകുക. ആ തിരുനാൾ നമ്മോട് പറയുന്ന ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പ്രയോഗ വഴിയിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ അത് കഠിനമായ വേദന ഉളവാക്കും. സ്വാഭാവികമായി ബാഹ്യമായി സൗഖ്യമായി സമാധാനമായി അനുഭവപ്പെടുന്ന ഒന്ന് ജീവിതത്തിൽ വേദനാകരമായ ഒന്നായിട്ട് മാറും. പ്രാർത്ഥനയും അങ്ങനെ തന്നെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. പ്രാർത്ഥന ആശ്വാസം പകരുന്നതായി തോന്നുന്നുവെങ്കിൽ, അത് സുഖകരമായ ഒന്നായി തോന്നുന്നുവെങ്കിൽ, അനുഭൂതിദായകമായ ഒന്നായി തോന്നുന്നുവെങ്കിൽ പ്രാർത്ഥന അതിൻ്റെ യഥാർത്ഥ പദവിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ദൈവവചനം ഇമ്പകരമായിട്ട് തോന്നുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ സ്പർശനം നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തു കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം സ്വാഭാവികമായി നമുക്കൊരു സന്തോഷം നൽകും. ഒരു ദർശനത്തിൽ കർത്താവ് കൂടെ ഉള്ളതായിട്ട് അനുഭവിക്കുന്നു, എന്ത് സുഖമുള്ള കാര്യം. പക്ഷേ ദൈവം കൂടെയാണ് എന്നൊരു ബോധം ഹൃദയത്തിനകത്ത് ആഴപ്പെട്ടാൽ ജീവിതത്തിൽ മുൻപോട്ടുള്ള വഴി മുഴുവൻ അസ്വസ്ഥമാകാൻ തുടങ്ങും. കാരണം അവിടെ എൻ്റെ ഇഷ്ടത്തിന് പിന്നെ ചരിക്കാനാകാത്ത വിധം എൻ്റെ നേരെ കണ്ണുള്ളൊരുവനെ ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നൊരുവനെ ഞാൻ തിരിച്ചറിയുന്നു. അവനെ ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. മാനുഷിക ക്രമങ്ങളെ ഇനി പഴയതുപോലെ പിന്തുടരാൻ സാധ്യമല്ല. ലോകാരാധനയിൽ മുഴുകാൻ സാധ്യമല്ല.
ദൈവം കൂടെ എന്ന അനുഭവം യഥാർത്ഥത്തിൽ നമുക്ക് രക്തം പൊടിയുന്ന ഒന്നായിട്ട് മാറും. നമ്മുടെ ജീവിതാനുഭവങ്ങൾക്കകത്ത് ദൈവം നമ്മോട് പറയുന്ന സത്യം നാം തിരിച്ചറിയാൻ തുടങ്ങിയാൽ, ആ സത്യത്തെ നാം അനുഭവിക്കാൻ തുടങ്ങിയാൽ, നാം അനുഭവിക്കുന്ന വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിന് ഗുണകരമായി മാറും. അത് സഹിച്ചേ മതിയാകും, അതിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം അസ്വസ്ഥമാകാൻ തുടങ്ങും. ദേവാലയം പുറത്തായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആശ്വാസമാണ്. ഇപ്പോൾ ജെറുസലേം ദേവാലയത്തിലാണ് ദൈവമെന്ന് വന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചത് ഗുണകരമാണ്. കാരണം ആണ്ടുബലിക്ക് ചെല്ലുമ്പോൾ മാത്രമേ ഈ ദൈവത്തിൻ്റെ ശല്യം അനുഭവിക്കേണ്ടതുള്ളൂ. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ദേവാലയത്തിലാണ് ദൈവം, നമ്മുടെ അകത്ത് ദൈവമില്ല എന്ന് കരുതിയാൽ, ശരിക്കു പറഞ്ഞാൽ ദൈവങ്ങൾ കൂടുന്നൊരു സ്ഥലമാണ് ദേവാലയമെന്ന് പറയാനാണ് നമുക്കിഷ്ടം. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവങ്ങളാണ്. അങ്ങനെ യേശു വസിക്കുന്ന നമ്മൾ, ദേവാലയങ്ങളായി നമ്മൾ ഒരുമിച്ച് കൂടുന്നൊരിടമാണ് നമ്മുടെ ദേവാലയം. ഇപ്പോൾ ദേവാലയത്തിനകത്താണ് ദൈവം എന്ന് വന്നാൽ, ആ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ആളല്ലെന്ന് വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്ത് വസിക്കുന്ന, എന്നിൽ നിലനിൽക്കുന്ന ഒരാളല്ലെന്ന് വന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് ആശ്വാസമായി. കാരണം ആ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണത്തിൽ ഇടപെടുന്നില്ല. നമ്മുടെ അകത്തുള്ള കുശുമ്പോ പൗശന്യമോ അക്രമാസക്തിയോ അല്ലെങ്കിൽ ദ്രവ്യാസക്തിയോ അതിലൊന്നും ഇടപെടാൻ വരുന്നില്ല. വചനം അതരം കൊണ്ട് പറയുമ്പോൾ മധുരമുള്ളതാകുകയും ഹൃദയത്തിനകത്തത് പ്രവേശിച്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കയ്പുള്ളതായി തീരുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. അത് നമ്മോട് പറയാൻ തുടങ്ങുന്നു, സത്യം പറയാൻ തുടങ്ങുന്നു, സത്യം തിരിച്ചറിയുന്നു. അകമേ വസിക്കുന്നവൻ അനുഭവമായി മാറാൻ തുടങ്ങുമ്പോൾ അത് അനുഭൂതിയിൽ നിന്ന് മാറിയിട്ട് അത് റിയൽ എക്സ്പീരിയൻസിൻ്റെ തലത്തിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തന വഴിയെ നിയന്ത്രിക്കാൻ തുടങ്ങും. പഴയതുപോലെ പിന്നെ ജീവിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുക, അന്നു വേണ്ട ആഹാരം ഇന്ന് നിങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ആശ്വാസമാണ്. കാരണം ദൈവം എന്നെ നോക്കുന്നുണ്ടല്ലോ, അവിടുന്ന് പരിപാലകനാണല്ലോ. അടുത്ത ഘട്ടത്തിൽ ഈ ആഹാരം എനിക്ക് നൽകുന്ന ദൈവം എൻ്റെ അകത്ത് വസിച്ചുകൊണ്ട് മുറിച്ചു വിളമ്പുക എന്നാണ് എന്നോട് പറയുന്നതെന്ന പരമയാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നാൽ എൻ്റെ ജീവിതം അസ്വസ്ഥമാകാൻ തുടങ്ങി. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വചനം അധരത്തിന് മധുരമാണ്, തേൻകനി പോലെയാണ്, പക്ഷേ അത് ഉദരത്തിൽ കയ്പുള്ളതായിട്ട് അനുഭവപ്പെടുമെന്ന് വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ദേവാലയമാകുന്ന നമ്മുടെ ജീവിതം സുന്ദരതയാണ്. ആ ദേവാലയത്തിൻ്റെ കർമ്മം ഒരർപ്പണമാണ് എന്ന് വരുമ്പോൾ ആ അർപ്പണം സ്വാഭാവികമായും സാമാന്യതയെ ലംഘിക്കേണ്ടതാണെന്ന് വരുമ്പോൾ അത് നമ്മെ അസ്വസ്ഥമാക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ നമ്മുടെ അകത്ത് വസിക്കുന്ന വചനം നമ്മിൽ പ്രവർത്തനക്ഷമമാകണം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ സാമാന്യതയ്ക്കകത്ത് ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കി നാം മാറ്റി വെച്ചിട്ടുണ്ട്. പലതും കവർന്നെടുത്ത് ഹൃദയത്തിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ മറ്റുള്ളവർക്കുള്ളത് പലതും, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് പലതും, കൊടുക്കേണ്ടത് പലതും, അവർക്ക് വേണ്ടി ദൈവം നമ്മെ ഏൽപ്പിച്ചത് പലതും നമ്മുടെ ഹൃദയത്തിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടത് കവർച്ചക്കാരുടെ ഗുഹയായിട്ട് മാറിയിട്ടുണ്ട്. ആ വചനം നമ്മുടെ അകത്ത് പ്രവേശിക്കുമ്പോൾ ദുഃഖം അനുഭവപ്പെടും. കാരണം കയ്പുള്ളതാകും. നമ്മുടെ അകത്ത് നിന്ന് ഈ മറ്റുള്ളവർക്ക് അവകാശമായതിനെ തിരികെ കൊടുക്കേണ്ടി വരും. വേദനാജനകമായ ഒരനുഭവത്തിലേക്ക് നാം പ്രവേശിക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്തു അകമേ വന്ന് വസിക്കുന്നത് നമ്മെ ശുദ്ധീകരിക്കാനാണ്. അവൻ നമ്മുടെ അകമേയുണ്ട്. ആ വചനത്തിൻ്റെ യാഥാർത്ഥ്യ അനുഭവത്തിലേക്ക്, പരിപൂർണതയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ വചനം നമ്മിൽ പ്രവർത്തനക്ഷമമാകാൻ, അങ്ങനെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമായി മാറാൻ, ദൈവിക സമാധാനം കൊണ്ട് നിറയാൻ, ക്രിസ്തുവിൻ്റെ പ്രവർത്തനക്ഷമമായ ഒരിടമായിട്ട് മാറാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ മാറുമ്പോൾ ഒരുപക്ഷെ കരുതി വെച്ചത് പലതും അവരെന്നെ കരുതാനുള്ളവയായിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ നിസ്വരായിട്ട് മാറിയേക്കാം, പക്ഷേ സ്വർഗം അനുഭവമാകും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതൊഴികെ മറ്റു മാർഗങ്ങളില്ല ദൈവാനുഭവത്തിന് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. ആ ഒരു ഓർമ്മ നമ്മെ പൊള്ളിക്കട്ടെ. ആ ഒരു ഓർമ്മയോടെ ബലിമേശയെ സമീപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.